ഒരുപാട് സിമ്മുകൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ അറിഞ്ഞു. ഈ ഒരു സിമ്മ് മാത്രം മതി നമ്മൾ അറിയാതെ പല കേസുകളിലും പെട്ടുപോകാൻ. ഈ ഒരു സാധനം കണ്ടോ എൻ്റെ ഇരിക്കുന്നത്, നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള നമ്മുടെ ജീവിക്കാൻ ഇപ്പൊ അത്യന്താപേക്ഷിച്ചിട്ടുള്ള സാധനം തന്നെയാണ് സിമ്മ്. നമ്മുടെ പേരിൽ ഇപ്പം ഒരുപാട് സിമ്മുകൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ പേരിലുണ്ടാവും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ 1 or 2 സിം ആയിരിക്കും. അപ്പോൾ ഈ ബാക്കിയുള്ള സിമ്മൊക്കെ കിടന്നാൽ നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ മറ്റാരെങ്കിലും ദുരുപയോഗം ചെയ്താൽ നമുക്ക് നമ്മുടെ പേരിൽ പലതരത്തിലുള്ള കേസുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ പേരിൽ എത്ര സിമ്മുകളുണ്ട്, അതിൽ ഏതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് സൈറ്റ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്, ഗൂഗിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സെർച്ച് ബാറിനകത്ത് സഞ്ചാർ സാധി എന്ന് പറയുന്ന ഒരു സൈറ്റ്, ആ ലോഗിനായി വരുമ്പോൾ കണ്ടോ ടാപ്കോപ്പ് എന്ന് പറയുന്ന ഒരു സൈറ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷന്റെ സൈറ്റാണ് ഈ കാണുന്നത്. നമുക്ക് കൊടുക്കേണ്ടത് നമുക്കിപ്പം നിലവിൽ നമ്മൾ സിം ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ, ഏത് സിമ്മെന്ന് നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിമ്മിന്റെ നമ്പർ ആദ്യം കൊടുക്കാം. ക്യാപ്ച തെറ്റാണെന്നുണ്ടെങ്കിൽ അത് റിജക്ട് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി വാലിഡേറ്റ് ക്യാപ്ച എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ വാലിഡേറ്റ് ക്യാപ്ച കൊടുക്കാം. സക്സസ് ആണ്, നമ്മുടെ വാലിഡേറ്റ് സക്സസ് ആണ്. ഇപ്പോൾ ഒരു OTP വരും, ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബാക്കി ഇനി കയറാൻ പറ്റത്തുള്ളൂ. ലോഗിൻ കൊടുക്കാം. കൃത്യമായിട്ട് എൻ്റെ പേരിൽ എത്ര സിം ഉണ്ടെന്ന കാര്യം അവർ കാണിച്ചത് 2 സിമ്മുകൾ മാത്രമാണ് എൻ്റെ പേരിലുള്ളത്. നമുക്ക് ഈ ഒരു നമ്പർ വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ നമ്പർ നഷ്ടപ്പെട്ടു പോയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരും നമ്മുടെ പേരിൽ സിം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കിപ്പം നമ്മുടെ പേരിലുള്ള നമ്മുടെ പേരിലില്ലാത്ത ആ ഒരു സിമ്മിൽ ഇവിടെ ഒരു ബട്ടൺ കണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ടിക്ക് മാർക്ക് വേണം. എന്നിട്ട് കൊടുക്കേണ്ടത് നോട്ട് മൈ നമ്പർ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ചോപ്പായി, ആ ഒരു സിം ചോപ്പായി. ഇനി റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ സിം നിങ്ങൾക്ക് വേണോ വേണ്ട എന്നുള്ള കാര്യം ഇവിടെ ചോദിക്കും. ഇപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റാതെ എൻ്റെ പേരിൽ കിടക്കുന്ന സിം ആയതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള നമ്പർ ആയതുകൊണ്ടാണ് ഞാനതൊന്നും ചെയ്യാത്തത്. റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സിം നിങ്ങളുടെ പേരിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സിം മാത്രം